കല്ലുവാതുക്കൽ പഞ്ചായത്തിൽ ചാവർകോട് വാർഡാണ്. ചാവർകോട് വാർഡിലെ ഒരു കുട്ടു മാളു അവരുടെ ഒരു സഹായവുമായി നടന്നപ്പം എക്സ് സർവീസ് ലീഗിൻ്റെ പ്രവർത്തകരെല്ലാം കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം നമുക്ക് ഈ കുട്ടികളെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോസ് എല്ലാം ഇറങ്ങിയതാണ്. ഇപ്പോൾ 2 കുട്ടികളാണുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് 40 വയസ്സ് കഴിഞ്ഞു, ഒരാൾക്ക് 38 വയസ്സായി, 44 വയസ്സും ഒരാൾക്ക് 38 വയസ്സുമായി. പക്ഷെ 2 പേരെയും ഓട്ടിസം ഉള്ള കുട്ടികളാണ്. കുട്ടികൾക്ക് എണീറ്റ് നിൽക്കാൻ പോലും കഴിയത്തില്ല. എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ അപ്പോഴും മറിഞ്ഞ് വീഴുന്ന ഒരവസ്ഥയാണ്. കാരണം 2 പേരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ സംരക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവരെ ചികിത്സയ്ക്കായിട്ട് ഇവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാ വസ്തുവും വീടും എല്ലാം തന്നെ ലോൺ വെച്ചും കടം പേടിച്ചും എല്ലാം തന്നെ ഒരു വലിയ ശ്രമം നടത്തിയെങ്കിലും കുട്ടികളെ ചികിത്സിച്ച് ഇതുവരെയും നേരെയാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവർ കടക്കാരായത് മാത്രമാണ് ആകെയുള്ള പ്രതിഫലം എന്ന് പറയുന്നത്. അപ്പം ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടെ കുട്ടു മാളു സംരക്ഷണ സമിതിയൊക്കെ രൂപീകരിച്ചു. നമ്മുടെ MLAയും MP എല്ലാം രക്ഷാധികാരികളാക്കിക്കൊണ്ടൊരു കമ്മിറ്റിയെല്ലാം രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനമെല്ലാം ആരംഭിച്ചെങ്കിലും അത് വളരെ ഇതായിട്ട് മുന്നോട്ട് പോയില്ല. കാരണം നമ്മുടെ ജനങ്ങളാണ് ഇതിനകത്ത് മാക്സിമം സഹായിക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ എക്സ് സർവീസ് ലീഗുകാർ അത് ഏറ്റെടുത്തുകൊണ്ട് അവരാൽ കഴിയുന്ന സഹായം അവർ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കോവിഡ് വന്നാലും അതുപോലെ തന്നെ പ്രളയം ഉണ്ടായപ്പോഴും എല്ലാം നമ്മളെ നാടിനെ കൈയഴിഞ്ഞ് സഹായിച്ചവരാണ് എക്സ് സർവീസ് ലീഗ്. അപ്പോൾ ആ സംഘടന ഈ കുട്ടിയുടെ വീഡിയോസ് കണ്ട ഉടനെ തന്നെ അത് അവരുടെ മനസ്സിൽ പതിയുകയും അവരുടെ ആ കൂട്ടായ്മയിൽ അതവർ ചർച്ച ചെയ്ത് അവരാൽ കഴിയുന്ന ചെറിയ സഹായം നൽകാനാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ള സന്മനസ്സുകളായിട്ടുള്ള ആളുകൾ എല്ലാം എന്തെങ്കിലും ചെറിയ സഹായമെങ്കിലും ചെയ്താൽ നമ്മുടെ ഈ കുട്ടികളെയും സംരക്ഷിക്കാനും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു തണലാവും. അതിനെല്ലാവരും സഹായിക്കണമെന്ന് മാത്രമാണ് എനിക്ക് വാർഡ് മെമ്പർ എന്ന നിലയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. 35 വർഷം കൊണ്ട് ഞങ്ങൾ ചികിത്സിച്ച് ഉള്ളത് മൊത്തം നശിച്ച് എല്ലാം അവർക്ക് വേണ്ടി ചിലവാക്കി. അവരെ ഒരാളെങ്കിലും രക്ഷപ്പെട്ടു വിചാരിച്ച് ആരും 2 പേരും രക്ഷപ്പെട്ടില്ല. ഞങ്ങളെ കാലം കഴിഞ്ഞാൽ ഇനി അവരെ എന്ത് ചെയ്യുമെന്നുള്ളൊരു വീടും പെരേടും എല്ലാം ലോണാണ്. 35 ലക്ഷം രൂപയ്ക്ക് ലോണുണ്ട്. അത് മൊത്തം അവർക്ക് വേണ്ടി ചിലവായി. ഒരച്ഛനാണെങ്കിൽ വിരളൊക്കെ എടുത്ത് ഒരു വക ജോലി ചെയ്യാൻ പറ്റത്തില്ല. 67 വയസ്സുണ്ട്, എനിക്ക് 65 വയസ്സുണ്ട്. എനിക്ക് ഒരു ജോലിക്ക് പോകാൻ ഇവരെ ഇട്ടിട്ട് പറ്റത്തില്ല. 2 പേരെ സഹായം ഉണ്ടെങ്കിലേ ഇവരെ കൊണ്ട് നടക്കാനും എടുക്കാനും ബാത്റൂമിൽ പോകാനും പറ്റത്തുള്ളൂ. ഇന്ന് നമ്മുടെ ഈ ചാവർകോട് വാർഡിൽ നമ്മളെ കുട്ടു മാളുവിൻ്റെ ആ വീഡിയോ കണ്ടിട്ട് ഒരു സമയത്ത് രാജ്യം രാജ്യത്തിൻ്റെ അതിർത്തി വരമ്പുകൾ കാത്തു സൂക്ഷിച്ച ഞങ്ങൾക്ക് ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് അവരെ ഒരു ചെറിയ കൈത്താങ് എങ്കിലും കൊടുക്കാം അതുകൊണ്ടാണ് ഞങ്ങളിന്ന് ഇവിടെ എത്തിച്ചേർന്നത്. ഈ കൂട്ടായ്മയിൽ ഞങ്ങളുടെ ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നെങ്കിൽ അവർ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്ത് നമ്മുടെ സംഘടനയിലുള്ള ഇതിനുവേണ്ടി സഹായിച്ച എല്ലാ സംഘടനാംഗങ്ങൾക്കും, പ്രത്യേകിച്ച് മഹിളാവിങ്ങിൻ്റെ വിധവകളായ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ വിമുക്തയുടെ സഹോദരന്മാർ, മുതിർന്ന സഹോദരന്മാർ എല്ലാവരും ഇതിൽ ഭാഗവാക്കായി. ആ ഭാഗവാക്കായ എല്ലാവർക്കും സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇത് കണക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ തീർച്ചയായും ഒരു സൈനികൻ എന്ന നിലയിൽ നമ്മൾ മുന്നിട്ട് തന്നെ മറ്റുള്ളവരെക്കാൾ ഒരുപടി നമ്മൾ മുന്നിട്ട് നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനിയും ഇപ്പോൾ വന്ന് ഞങ്ങൾക്ക് വളരെ ദുഃഖത്തോടുകൂടിയാണ് സത്യത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. ഞങ്ങൾ ഇനിയും ഈ വീട് സന്ദർശിക്കാൻ വരും. ഈ അമ്മയുടെ കരച്ചിൽ ഒരു പരിധിവരെയെങ്കിലും ഞങ്ങളെ കൊണ്ടൊക്കുമെങ്കിൽ അതിനെ ഒന്ന് ശമിപ്പിക്കാനുള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്യാൻ നോക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള 2 മക്കൾ, അനങ്ങാൻ പോലും കഴിയാൻ വയ്യാത്ത അവസ്ഥ. വളരെ സ്വപ്നങ്ങൾ നെയ്ത് ഒരു വീട് വെച്ചു. ഈ വീടും പുരയിടമൊക്കെ ബാങ്കിൽ ലോണാണ്. കടം കയറി ഉറക്കമില്ലാത്തൊരവസ്ഥ. നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഈ വീട്ടിൽ നിന്ന് ഇത് ജപ്തിയായാൽ ഈ മക്കളെയും കൊണ്ട് ഈ ചേച്ചി എങ്ങോട്ട് പോകും? ഈ അമ്മ എങ്ങോട്ട് പോകും? സത്യത്തിൽ നമ്മുടെ ആർമിക്കാർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ജനപ്രതിനിധി, അവരൊക്കെ ഇതിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഈ സമൂഹത്തിൽ, നാളെ ഈ അമ്മയ്ക്ക് സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ എല്ലാവരും ചേർന്ന് സഹായിക്കണം. മക്കളുടെ അവസ്ഥ കണ്ടില്ലേ, അനങ്ങാൻ വയ്യാത്ത അവസ്ഥ. സുമനസ്സുകളായ പട്ടാളക്കാരെ പോലെ
സുമനസ്സുള്ള എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേർ കേരളത്തിലുണ്ട്. നിങ്ങൾ ഈ കുടുംബത്തെ കൂടി ഒന്ന് സഹായിക്കണം. കൈകൂപ്പി അപേക്ഷിക്കുകയാണ്, കൈവിടരുത്. ഈ അമ്മ മക്കളെയും കൊണ്ട് തെരുവിലിറങ്ങും, അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ഇത് മുഴുവൻ ബാങ്ക് ലോണാണ്. എല്ലാവരും ഇടപെട്ട് ഈ കുടുംബത്തെ സഹായിക്കണം, ചെയ്യാവുന്നതിൻ്റെ പരമാവധി. വല്ലാത്ത വേദനയോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്, സഹായിക്കണം. മറ്റുള്ളവരും വരും.